തൃശൂർ പെരുമ്പിലാവിൽ പ്ലാസ്റ്റിക് ഭരണി കഴുത്തിൽ കുടുങ്ങിയ നായയെ രക്ഷപ്പെടുത്തി. കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സിവിൽ ഡിഫൻസ് സംഘം രാജൻ പെരുമ്പിലാവിന്റെ ഇടപെടലാണ് നായയുടെ ജീവൻ രക്ഷിക്കാൻ കാരണമായത്. ആഴ്ചകളായി ഭക്ഷണവും വെള്ളവും പോലും കഴിക്കാനാകാതെ നായ പട്ടിണിയിലായിരുന്നു. പരുവക്കുന്ന് റോഡിലെ കൊമ്പത്തിൽ മുഹമ്മദിന്റെ വിറക് ഷെഡിൽ തളർന്ന് വിശ്രമിക്കുകയായിരുന്ന നായയെ നാട്ടുകാരാണ് ആദ്യം കണ്ടത്. തുടർന്നാണ് രാജൻ പെരുമ്പിലാവ് സ്ഥലത്തിലെത്തി നായയെ രക്ഷപ്പെടുത്തിയത്. നീണ്ട നാളുകളുടെ പട്ടിണിക്ക് ശേഷം സ്വതന്ത്രനായ നായയ്ക്ക് ഭക്ഷണം നൽകി. തൃശൂർ കുന്നംകുളത്ത് താലൂക്ക് ആശുപത്രിയിൽ തെരുവ് നായ ആക്രമണം. തെരുവ് നായയുടെ ആക്രമണത്തിൽ അമ്മയ്ക്കും മകനും പരിക്കേറ്റു. കുന്നംകുളം സ്വദേശികളായ സുരഭിയും 12 വയസ്സുകാരനായ മകൻ സൗരവുമാണ് ആക്രമണത്തിന് ഇരയായത്. ഭർത്താവിനൊപ്പം ചികിത്സയ്ക്കായി ആശുപത്രിയിൽ എത്തിയതായിരുന്നു സുരഭിയും മകൻ സൗരവും. ആശുപത്രി അങ്കണത്തിൽ വാഹനം പാർക്ക് ചെയ്യുന്നതിനിടെ തെരുവ് നായ ഓടിവന്ന് ഇരുവരെയും ആക്രമിക്കുകയായിരുന്നു. ആശുപത്രിയുടെ അകത്തും പുറത്തും നായകൾ ഉണ്ടെന്നും പലപ്പോഴും രോഗികളുടെ കട്ടിലിനടിയിൽ വരെ നായ്ക്കൾ കയറിക്കൂടാറുണ്ടെന്നും പരാതിയുണ്ട്. അധികൃതർക്ക് നിരവധി തവണ പരാതി നൽകിയിട്ടും നടപടിയുണ്ടായില്ലെന്നാണ് ആരോപണം.